ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദിമിത്രിയോസ് ഡയമൻഡോസിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദിമിത്രിയോസിനെ കുറിച്ച് പറയാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട കാര്യം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ താങ്ക് യുവും കാര്യങ്ങളൊക്കെ ഫാൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ക്ലബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമേ വരാനുള്ളൂ. ദിമി വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പാണ്. അപ്പോൾ താരത്തിന് വേണ്ടി ISL തന്നെ രണ്ടോളം ക്ലബ്ബുകൾ രംഗത്തുള്ള ന്യൂസ് പുറത്തു വന്നതാണ്. അപ്പോൾ അതിലൊന്ന് മുംബൈ സിറ്റി, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളുമാണ്. പിന്നെ പുറത്തു നിന്നും ഓഫേഴ്സ് ഉണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു ലീഗുകളിൽ നിന്നും. അപ്പോൾ അതിൽ ഏകദേശം ദിമി ഈസ്റ്റ് ബംഗാളുമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൺഫേം ആയി വന്നതാണ്. ടേംസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ദിമി. നല്ലൊരു ഓഫറും തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്ന്. എന്നാൽ ഇപ്പോൾ IFTWCയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ സിറ്റി വീണ്ടും ഡിമിക്ക് വേണ്ടി ടോക്സും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവരും വിടാതെ തുടരുന്നുണ്ട്. ഇപ്പോഴും ഒരു ഫൈനലി ഒരു ഹിയർ വി ഗോ പറയാനായിട്ടില്ല ഒരു ക്ലബിലേക്കും. മുംബൈ സിറ്റി വീണ്ടും ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും പോയി തീരുമാനമായിട്ടില്ല ഈസ്റ്റ് ബംഗാളിലേക്കാണോ അതോ മുംബൈ സിറ്റിയിലേക്കാണോ പോവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് കണ്ട് തന്നെ അറിയണം. പിന്നെ അതുപോലെ തന്നെ സില്ലീസിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിമിക്ക് ഇവിടെ നിന്നല്ലാതെ പിന്നെ മലേഷ്യൻ ക്ലബിൽ നിന്നും ഒരു നല്ലൊരു ഓഫർ തന്നെ ദിമിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിമി ഇനി ഏത് ചൂസ് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. പുറത്തേക്ക് പോകുമോ അതോ ISL തന്നെ തുടരുമോ എന്നുള്ളത് കണ്ടറിയണം. പുറത്തേക്ക് പോയിക്കോട്ടെ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചാൽ മറ്റേ മുംബൈയിലും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിലൊക്കെ പോയിട്ട് നമുക്കെതിരൊക്കെ ഗോളടിക്കുന്നത് കാണാൻ വയ്യ. അപ്പോൾ എന്തായാലും അത് വിടുക. ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനൊക്കെ സൈൻ ചെയ്തിരിക്കുകയാണ്, നമ്മുടെ മിഖായൽ. അപ്പോൾ പുതിയ പരിശീലകൻ്റെ കീഴിൽ നമ്മൾ വരും സീസണിലേക്ക് വേണ്ടി ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഫോറിൻ മിഡ്ഫീൽഡർ ഉണ്ടാകും വരും സീസണിൽ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ. ഈ പരിശീലകൻ്റെ കീഴിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് പൊസിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു വിദേശ താരത്തെ സൈൻ ചെയ്തേക്കുമെന്നാണ് ന്യൂസുകൾ. നമ്മളിപ്പോൾ ഇവാൻ ആശാൻ്റെ കീഴിൽ ഇപ്പോൾ 3 വർഷം കളിച്ചു. അതിലൊരു വർഷം ഇവാൻ കലീഷിന് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അധികവും ഇന്ത്യൻ ഡബിൾ പിവോട്ട് വെച്ചാണ് കളിക്കാറുള്ളത്. എന്നാൽ ഈ പരിശീലകൻ്റെ ഇതിലേക്ക് ഒരു ആൾ കുറച്ചും കൂടി മിഡ്ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ മിഡ്ഫീൽഡറെ ഇത്തവണ സൈൻ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പരിശീലകൻ്റെ കീഴിൽ മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരവുമായി ബന്ധപ്പെട്ടൊക്കെ റൂമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാഗ്നസ് എരിക്സൺ എന്ന് പറഞ്ഞുള്ള ഒരു സ്വീഡിഷ് ഒരു മാധ്യമമായിരുന്നു അത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. 34 വയസ്സുകാരനായ ഒരു താരത്തെ. അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു മിഡ്ഫീൽഡറെ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ വരും സീസണിൽ കണ്ടേക്കാം. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടു തന്നെ അറിയണം. വീഡിയോ അവസാനിക്കുകയാണ്. ആരൊക്കെ ഇനി പുതിയ ഫോറിൻ പ്ലേയേഴ്സ് സൈൻ ചെയ്യും, പുതിയ പരിശീലകൻ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ വീഡിയോ അവസാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തും. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.